വിവാഹ സർട്ടിഫിക്കറ്റ് മുതല് സകല തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. നിയമം എന്റെ കൂടെയാ. ഇപ്പൊ തന്നെ ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവളെ കൊണ്ടുപോയി ചികിത്സിച്ചോളാം. ഇത്രയും സീനിയറായ അനുഭവ സമ്പത്തുള്ള സാറിനെ പോലെ ഒരാളിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല സാർ. സാറിന്റെ ജൂനിയറായി പ്രവർത്തിക്കുമ്പോഴും പിന്നീട് കേസുകൾ നടത്തി ഓരോ തവണ ജയിക്കുമ്പോഴും സാറിനെ ഞാൻ എന്റെ ഗുരുസ്ഥാനത്താ കണ്ടിട്ടുള്ളത്. മനസ്സിലെ ആ വിഗ്രഹം ഒടിഞ്ഞു പോയല്ലോ സാർ. മറ്റൊരാളുടെ ഭാര്യയെ മരിച്ചുപോയ സ്വന്തം ഭാര്യയുടെ പേരിൽ ഇത്രയും കാലം താമസിപ്പിച്ചത് നിയമപരമായി വലിയൊരു കുറ്റമാണ്. സച്ചി സാറിനെതിരെ കേസ് കൊടുത്താ 7 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് സാറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ലോകം അറിയാതെ എന്റെ അർച്ചനെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ സച്ചി. ഞാൻ ചെയ്ത തെറ്റാ. ഒരുപക്ഷെ വലിയൊരു പാപം. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. അർച്ചനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി സച്ചി ഒന്ന് മനസ്സിലാക്കണം. സച്ചി ഇപ്പൊ അവളെ ബലമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച അവള് കൂടെ വരുമെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ? ഓർമ്മകൾ തിരിച്ചു പിടിക്കാനുള്ള ചികിത്സയില്ല അവളിപ്പോ. ശിവേഗോയുടെ ആശ്രമത്തിൽ അതിന് നടത്തിയ ചികിത്സകളും പൂജകളും എല്ലാം സച്ചിക്കും അറിയാവുന്നതല്ലേ? സച്ചിയെ തിരിച്ചറിയാത്ത, സച്ചി ആരാണെന്ന് പോലും അറിയാത്തൊരു ഭാര്യയെ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടിട്ട് എന്താ കാര്യം? നിങ്ങളെ കണ്ടോളൂ ഭയം നോടിയാ അത് സച്ചിക്ക് സഹിക്കാൻ കഴിയോ? സാർ പറയുന്നത് ശരിയായിരിക്കാം. ശരിയായിരിക്കാമെന്നല്ല, ശരിയാണ്. അതാണ് സത്യം. അവക്ക് സച്ചി അറിയില്ല. പഴയ ഓർമ്മകളുടെ ഒരു തരി പോലും അർച്ചനയുടെ ഓർമ്മകളിലില്ല. അവളിപ്പോ പൂർണ്ണമായും സമ്മർദ്ദയാ. അവളുടെ ഉറച്ച ബോധ്യത്തിലും വിശ്വാസത്തിലും എല്ലാം ഞാനാ സമൃദ്ധിയുടെ ഭർത്താവ്. അത് മാറ്റിയെടുക്കാൻ സമയം വേണം സച്ചി. സച്ചിയുടെ അർച്ചനെ ഞാൻ തിരിച്ചു തരാം. തല വെട്ടി പൊളരുന്ന പോലെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ബാം പുരട്ടിത്തരാം. ഗോകുലിന് വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയാം. എന്താ ഗോകുൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നഷ്ടപ്പെട്ടു പോയ പഴയ ഓർമ്മകൾ അത് തനിക്ക് തിരിച്ചു വേണം. നമുക്ക് നമ്മുടെ സന്തോഷങ്ങളിൽ ജീവിച്ചാ പോരെ? ഗോകുൽ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന? പറയാം, പക്ഷേ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ജീവിതം മുഴുവൻ അവസാനിച്ചു എന്ന് കരുതിയിരുന്നൊരു മനുഷ്യന് വഴിയരികിന്ന് ചിറകൊടിഞ്ഞൊരു പക്ഷിയെ കിട്ടി.
മഴയിൽ തണുത്ത് വിറച്ച് ജീവന് വേണ്ടി പിടയുന്നൊരു പക്ഷി. പാതി ജീവൻ മാത്രം ബാക്കിയുള്ള പക്ഷിയെ അയാൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തന്റെ പ്രാണം കൊടുത്ത് അയാൾ അതിനെ സംരക്ഷിച്ചു, സ്നേഹിച്ചു. ആ പക്ഷി അയാളുടെ ലോകമായിട്ട് മാറി, അയാളുടെ ശ്വാസമായിട്ട് മാറി. ഗോകുൽ എന്തിനിപ്പോ ഇങ്ങനൊരു കഥ? കാരണം ഞാനും ഇപ്പോ അതേ ഒരു അവസ്ഥയില്ല. താന് ഇപ്പൊ എന്റെ ലോകം, എന്റെ കുഞ്ഞിന്റെ അമ്മയാ താൻ. താൻ ഈ കുടുംബത്തിന് നട്ടല്ല. താനില്ലാത്ത ഈ വീടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആ പഴയ ഓർമ്മ നമുക്കിനി വേണം. ഭൂതകാലത്തിലേക്കുള്ള തന്റെ എല്ലാ അന്വേഷണങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ? ഓർമ്മകൾ തിരിച്ചു കിട്ടിയ താൻ ആകെ മാറിപ്പോന്നുള്ള ഭയത്തില ഓരോ ദിവസവും ഞാൻ കഴിഞ്ഞു പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ തന്നെ ഒന്ന് പറ. സോറി സോറി സോറി, ഞാൻ പറഞ്ഞത് തന്റെ മനസ്സമാനം കെടുത്തിയെങ്കിലേ മാപ്പ്. താൻ പോയി കിടന്നോ, ഞാൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ഓരോന്നും ആലോചിച്ചപ്പോ മനസ്സ് കൈവിട്ടു പോയതാ. ഗുഡ് നൈറ്റ്.